ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്. നല്ല ചിക്കൻ സൂപ്പാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു മാസം തന്നെയാണ്. അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഈ പറഞ്ഞ സൂപ്പൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. 200 ഗ്രാം ചിക്കൻ എല്ലോട് കൂടിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കപ്പ് വെള്ളം, 250 ml ഒരു കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ നമ്മളുടെ കുക്കറിൽ കിടന്നിട്ട് അങ്ങോട്ട് വേയുമ്പോൾ എല്ലാം അങ്ങോട്ട് യോജിച്ച് കിട്ടിക്കോളൂ കേട്ടോ. അല്പം വെള്ളം കൂടി ഒന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ. ഇനിയിപ്പോൾ കുക്കർ ഒരു 3 വിസിലടിക്കുന്ന വരെ നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് 3 വിസിൽ കഴിഞ്ഞു. കറക്റ്റ് പാകമാണ്. സൂപ്പൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. സൂപ്പല്ല, അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് 2-3 ചിക്കൻ പീസ് ഒന്ന് കൈകൊണ്ട് പിച്ചി ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കാം. ഇനി അതിലേക്കുള്ള വെജിറ്റബിൾസ് ആണ്. വേറെ ഒന്നുമില്ല, ഒരു ക്യാരറ്റ്, 1/2 സവോള, പിന്നെ ഒരു 5 അല്ലിയോളം വെളുത്തുള്ളി, അല്പം മല്ലിയില ഫ്രീസറിൽ വെച്ച കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫ്രഷ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പിടാം കേട്ടോ. അപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു കടായി വെക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതേപോലെ മൊരിഞ്ഞെടുക്കരുത്. ഇതൊരു ചൈനീസ് വിഭവമായതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാനേ പാടുള്ളൂ. ഇനി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് പിച്ചെടുക്കായാലും മതി. ഒരു 3 കഷ്ണം ചിക്കൻ്റെ മാത്രം എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് സോസുകളാണ്. ഞാൻ ചില്ലി സോസ് 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, അടുത്തത് വിനീഗറാണ്, അതും 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സോസുകളൊക്കെ ചേരുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു എന്താ പറയുക സൂപ്പിന് നല്ല ടേസ്റ്റ് കിട്ടുക. ചൈനീസ് വിഭവമായതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി എന്താ പറയുക സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തോളൂ കേട്ടോ മുന്നേ തന്നെ ചിക്കനിൽ. അപ്പോൾ അടുത്തത് ഇനി കോൺഫ്ലോർ ആണ്. അതൊന്നൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി മല്ലിയില ചേർത്ത് കൊടുക്കുക, അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടി 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പാകത്തിന് ഉപ്പുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളയ്ക്കാൻ വിടുക. തിളയ്ക്കുമ്പോൾ തിള വന്നു തുടങ്ങുമ്പോൾ 1 മുട്ടയുടെ പകുതി, 1 മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ കൂടുതലാവും. ഞാൻ 1 മുട്ടയുടെ പകുതി മാത്രം ഉടച്ച് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇളക്കി കൊടുത്തോളൂ, അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് വേവും. അപ്പോൾ അത് ഉണ്ട പരുവത്തിൽ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇളക്കുകയാണെങ്കിൽ നന്നായിട്ട് വിട്ട് സ്ക്രാമ്പിൾ ചെയ്ത പോലെ തന്നെ കിടക്കും. കണ്ട നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒന്ന് തിളക്കിയേ വേണ്ടൂ. അപ്പോൾ കണ്ട ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഈ ഒരു പാകത്തിൽ നമുക്ക് സൂപ്പ് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സൂപ്പാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റുകളും അയക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിയെ പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ, താങ്ക് യു.